രാജ്യത്ത് ഇപ്പോൾ ഏറ്റവും വലിയ ചർച്ചാ വിഷയം ഒരു അദൃശ്യ പുസ്തകമാണ്. പ്രസാധകർ ആണയിട്ട് പറയുന്നു ഈ പുസ്തകത്തിന്റെ ഒരു കോപ്പി പോലും അച്ചടിച്ചിട്ടില്ലെന്ന്. പക്ഷേ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിയുടെ കയ്യിൽ ഈ പുസ്തകം ഭദ്രം. ഒടുവിൽ ഈ മാജിക് പുസ്തകത്തിന്റെ പ്രഹേളികയ്ക്ക് ഉത്തരവുമായി മുൻ കരസേനാ മേധാവി തന്നെ രംഗത്തെത്തിയിരിക്കുകയാണ്. തന്റെ ആത്മകഥയായ 4 സ്റ്റാർസ് ഓഫ് ഡെസ്റ്റിനി പ്രസിദ്ധീകരിച്ചിട്ടില്ലെന്നും ഇപ്പോൾ പ്രചരിക്കുന്നത് അനധികൃത പകർപ്പുകളാണെന്നും വ്യക്തമാക്കിയിരിക്കുകയാണ് ജനറൽ എം നരവാനെ. പ്രസാധകരായ പെൻഗ്വിൻ ഇന്ത്യയുടെ ഔദ്യോഗിക കുറിപ്പ് പങ്കുവച്ചുകൊണ്ട് ഇതാണ് പുസ്തകത്തിന്റെ നിലവിലെ അവസ്ഥ, ദിസ് ഈസ് എ സ്റ്റാറ്റസ് ഓഫ് ദ ബുക്ക് എന്ന ഒറ്റവരി മറുപടിയാണ് അദ്ദേഹം നൽകിയത്. പുസ്തകം അച്ചടിക്കുകയോ ഡിജിറ്റൽ രൂപത്തിൽ വിതരണം ചെയ്യുകയോ ചെയ്തിട്ടില്ലെന്നും ഇപ്പോൾ പ്രചരിക്കുന്ന കോപ്പികൾ നിയമവിരുദ്ധമാണെന്നുമാണ് പെൻഗ്വിൻ ഇന്ത്യയുടെ, അതായത് പ്രസാധകരുടെ വിശദീകരണം. കഴിഞ്ഞ ദിവസം ലോക്സഭയിൽ രാഹുൽ ഗാന്ധി ഈ പുസ്തകത്തിന്റെ കോപ്പി ഉയർത്തിക്കാട്ടിയതോടെയാണ് വിവാദം കൊഴുത്തത്. പുസ്തകം പ്രസിദ്ധീകരിച്ചില്ലെന്ന് സർക്കാർ വാദിക്കുമ്പോൾ എങ്കിൽ എന്റെ കയ്യിലിരിക്കുന്നത് എന്താണ് എന്ന ചോദ്യവുമായാണ് രാഹുൽ ഗാന്ധി പുസ്തകം സഭയിൽ പ്രദർശിപ്പിച്ചത്. മാത്രമല്ല 2023 പുസ്തകം ലഭ്യമാണ് എന്ന നരവാനെ തന്നെ ട്വീറ്റ് ചെയ്തിരുന്നതും പ്രതിപക്ഷം ആയുധമാക്കിയിരുന്നു. ഇതിനുള്ള മറുപടിയായാണ് ഇപ്പോൾ ഔദ്യോഗിക വിശദീകരണം വന്നിരിക്കുന്നത്. അഗ്നിപഥ് പദ്ധതി, ചൈനയുമായുള്ള അതിർത്തി തർക്കം തുടങ്ങിയ അതീവ ഗൗരവകരമായിട്ടുള്ള വിഷയങ്ങളിലെ വെളിപ്പെടുത്തലുകൾ പുസ്തകത്തിലുണ്ടെന്നാണ് സൂചന. ഇതെല്ലാം തന്നെ രാജ്യസുരക്ഷയെ ബാധിക്കുന്ന അതീവ രഹസ്യങ്ങളായതിനാൽ പ്രതിരോധ മന്ത്രാലയത്തിന്റെ കർശന പരിശോധനയ്ക്കും അനുമതിക്കും ശേഷമേ പുസ്തകം പുറത്തിറങ്ങും. ഇതിനെ വെറ്റിംഗ് പ്രോസസ് അല്ലെങ്കിൽ സെക്യൂരിറ്റി ക്ലിയറൻസ് എന്നൊക്കെ പറയും. എന്നാൽ അനുമതി ലഭിക്കുന്നതിന് മുൻപേ ഇതിന്റെ ഉള്ളടക്കവും രാഹുൽ ഗാന്ധിയുടെ കയ്യിൽ കണ്ടതുപോലെയുള്ള കോപ്പികളും പുറത്തായത് വലിയൊരു ഗൂഢാലോചനയാണ് വെളിച്ചത്ത് കൊണ്ടുവരുന്നത്. ചുരുക്കത്തിൽ പുസ്തകം ഔദ്യോഗികമായി പുറത്തിറങ്ങിയിട്ടില്ലെങ്കിലും അതിലെ സ്ഫോടനാത്മകമായിട്ടുള്ള കാര്യങ്ങൾ ഇപ്പോൾ തന്നെ വലിയൊരു രാഷ്ട്രീയ ആയുധമായി മാറിക്കഴിഞ്ഞു. ചോർന്ന പകർപ്പുകൾക്കെതിരെ നിയമ നടപടി സ്വീകരിക്കുമെന്ന പ്രസാധകരുടെ ഭീഷണി നിലനിൽക്കെ തന്നെ പ്രതിപക്ഷത്തിന് വയറ് നിറയ്ക്കാനുള്ള വക ഈ പുസ്തകത്തിന്റെ രചയിതാവ് തന്നെയായ നരവാനെ നൽകിക്കഴിഞ്ഞു എന്നത് മറ്റൊരു കാര്യം. ന്യൂസ് ഡെസ്ക് ഇന്ത്യ മലയാളം.